ഒന്നുകൂടി നന്നായാലോ? ഒന്നുകൂടി ബെറ്റർ ആയാലോ? ഹൗ ടു ഇംപ്രൂവ് യുവർ സെൽഫ് റൈറ്റ് നൗ? എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ് ഒന്നുകൂടി നന്നാവാൻ അല്ലേ? ഇന്നത്തെ ചിന്ത അതായിരിക്കട്ടെ. നമുക്ക് നന്നാവണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണല്ലേ? വേറൊരാൾ വന്നിട്ട് ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ എന്നൊന്നും പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ആരുടെയും തലയിൽ കയറിയെന്ന് വരില്ല. അപ്പൊ നമ്മളെന്താണ്? നമ്മൾ നന്നാവാനായിട്ട് നമ്മൾ തന്നെ വിചാരിക്കണം. ഇന്നലത്തേക്കാൾ ഇന്ന് ഞാൻ ബെറ്റർ ആവണമെങ്കിൽ ഇന്നലെ തന്നെ ഞാൻ എന്നെ ഒന്ന് ബെറ്റർ ആക്കാൻ പ്രിപ്പയർ ചെയ്ത് വെക്കണം. കറക്റ്റ് അല്ലേ? നമുക്ക് ചിലപ്പോൾ ചിന്തകളൊന്നും ഉണ്ടാവില്ല. നാളെ എന്ത് ചെയ്യണം? നാളെ എന്തൊക്കെയാണ് ഷെഡ്യൂൾ ചെയ്യേണ്ടത്, ഓർഗനൈസ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ നമ്മൾ ഇന്നലെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്തിരുന്നാൽ ഒരു പക്ഷെ നമ്മുടെ നാളെ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റും. ഒരു പക്ഷേ അല്ല ട്ടോ. തീർച്ചയായിട്ടും ബെറ്റർ ആക്കാൻ പറ്റും. ഒരു പുസ്തകത്തിലെ ഓരോ പേജ് മറിക്കുമ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള നോളജാണ് നമുക്ക് കിട്ടുക അല്ലേ? ഓരോ പുതിയ അറിവുകളാണ് ഓരോ പേജിലും നമുക്ക് ഒരു പുസ്തകം പ്രദാനം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ ദിവസത്തിലും 24 അവേഴ്സിൽ നമുക്ക് ഈച്ച് ആൻഡ് എവറി മിനിറ്റ് വി ആർ ഗെറ്റിംഗ് ന്യൂ നോളേജ്. സോ വാട്ട് വി നീഡ് ടു ഡു? വി നീഡ് ടു ഗ്രാബ് ദ നോളേജ്. അതിന് നമ്മൾ എന്തായിരിക്കണം? പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ പ്രിപ്പയർ ആയിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ അത്രയും എനർജൈസ്ഡ് ആയിരിക്കണം. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടൊന്ന് നോക്കുക. ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ചുറ്റും ഒന്ന് നോക്കുക. ക്ലറ്റേർഡ് ആണോ? എനിക്ക് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടോ അവിടെ? എന്നെ എനർജൈസ് ചെയ്യുന്ന എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള തോട്ടോ പോസിറ്റീവായിട്ടുള്ള തിങ്സോ എൻ്റെ ചുറ്റുമുണ്ടോ? ഇല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉള്ളതാണെങ്കിൽ അത് ജസ്റ്റ് റിമൂവ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ക്രംപിൾഡായിട്ടുള്ള പേപ്പേഴ്സ് എന്തെങ്കിലും ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡീക്ലട്ടർ യുവർ സ്പേസ്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ബെറ്ററായി ചിന്തിക്കാനുള്ളൊരു സ്പേസ് കിട്ടും. നമ്മുടെ മൊബൈലിലൊക്കെ കണ്ടിട്ടില്ലേ എപ്പോഴും സ്റ്റോറേജ് ഫുൾ സ്റ്റോറേജ് ഫുൾ സ്റ്റോറേജ് ഫുൾ. സോ വാട്ട് വിൽ ഡു? വിൽ ഡിലിറ്റ് അൺവാണ്ടഡ് ഫയൽസ് ഓഫ് ഫോട്ടോസ് ഫ്രം ദ മൊബൈൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്, അല്ലെങ്കിൽ ജിമെയിലിന്. ഇപ്പൊ തൊട്ട് എൻ്റെ ജിമെയിലൊക്കെ എപ്പോഴും ഫുള്ളാണ്. ഫുള്ളാണ്. അതപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ലാർജ് ഫയൽസ് ഫസ്റ്റ് ഡിലീറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് എ ബിഗർ വൺ ജസ്റ്റ് ഡിലീറ്റ് ഇറ്റ്, ഇറേസ് ഇറ്റ്. സോ ദർ ഇസ് എ സ്കോപ്പ് ഫോർ ന്യൂ വൺ അല്ലേ? ഒരു ബാസ്കറ്റ് ബോൾ ഡ്രിബിൾ ചെയ്ത് നമ്മൾ ആ സ്ലോട്ടിൻ്റെ ഉള്ളിലേക്ക്, ആ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇടണ പോലെയാണ് നമ്മുടെ ഓരോ ദിവസവും ഫ്രൂട്ട്ഫുൾ ആകുന്നത്. നമ്മൾ കറക്റ്റായിട്ട് എയിം ചെയ്ത് ഇന്നത്തെ ദിവസം നമ്മൾ ഇത് ചെയ്തിരിക്കും. നമ്മൾക്ക് ഇന്ന് എന്താണ് നേടാനുള്ളത്? ഒരു മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിലുള്ള ആളാണെങ്കിൽ ഇത്രത്തോളം സെയിൽസ് നമ്മുടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. നമ്മുടെ ഇന്നത്തെ ടാർഗറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇനി ഒരു യൂട്യൂബർ ആണെങ്കിൽ ഇത്ര വ്യൂസ് എനിക്ക് ഇന്ന് ഉണ്ടാവണം എന്ന് ടാർഗറ്റ് ചെയ്യുക. ഇനി നമ്മളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇത്രത്തോളം എനിക്ക് പഠിക്കണം ഇന്ന് അടുത്ത എക്സാമിന്. ഇനിയിപ്പോൾ എക്സാംസ് വരാൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അടുത്ത എക്സാമിന് ഇത്രയും പഠിച്ച് തീർക്കണം, ഇത്രയും സ്റ്റഡി പ്ലാൻസ് ഇന്നത്തെ ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്യണം. ഒരു പക്ഷേ ബൾക്കായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല എന്ന് വരും. നമ്മളെപ്പോഴും ഒരു പ്ലെയേഴ്സിനെ, ഒരു സ്പോർട്സ് മാനെ കാണുമ്പോൾ, അല്ലെങ്കിൽ സ്പോർട്സിലുള്ള ഒരു കുട്ടീനെ കാണുമ്പോൾ ഫസ്റ്റ് എന്താ? ദേ വിൽ പ്രാക്ടീസ് എവറി ഡേ. ഒരു ദിവസം കൊണ്ടല്ല ഒരാൾ അച്ചീവർ ആവണത്. ഒരു ദിവസം കൊണ്ടല്ല ബോൾ ബാസ്ക്കറ്റിൽ വീണത്, ബാസ്ക്കറ്റ് ബോൾ പ്ലെയറിൻ്റെ കയ്യിൽ. അയാൾ ഡ്രിബിൾ ചെയ്ത് ആ ബോളിനെ അയാൾ ഒരു ഫ്രണ്ട്ലി ആക്കും അല്ലേ? എന്നിട്ടാണ് അയാളുടെ എയിം ചെയ്യുന്നത് ആ ബാസ്ക്കറ്റിലേക്ക് വീഴ്ത്തുന്നത്. അതുപോലെയാണ് നമ്മുടെ ടാർഗറ്റ് എവറി ഡേ. നമുക്ക് ഒരു ബൾക്കായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാണ്ട് നിരാശപ്പെട്ടിരിക്കുന്ന ആളായാൽ കൂടി കുറച്ച് കുറച്ചായിട്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്കുക. അപ്പോൾ നമ്മുടെ റിസൾട്ട് വെരി മച്ച് ഫേവറബിൾ ആയിരിക്കും. ഷുവറാണ്. ഇന്നത്തെ ഞാനാവില്ല നാളത്തെ ഞാൻ. ഇന്നത്തെ ഒരു ഗുഡ് ആണെങ്കിൽ നാളെ ബെസ്റ്റും ബെറ്ററും എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മടി പിടിച്ചിരിക്കേണ്ട. ഓ, ഇന്ന് എനിക്ക് മടിയാണ്, ഇന്ന് എനിക്ക് ചെയ്യാൻ ഉഷാറില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉഷാറുള്ളൊരു കാര്യം നിങ്ങൾ കണ്ടുപിടിച്ച് ചെയ്തിരിക്കുക. അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്പുറത്ത് നെക്സ്റ്റ് ലെവൽ മോട്ടിവേഷൻ കിട്ടും. മെനി പീപ്പിൾ വർക്ക് ഓൺ മോട്ടിവേഷൻ അല്ല. ഞാനൊക്കെ ഹ്യൂജായിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു മോട്ടിവേഷൻ എന്തെങ്കിലും കിട്ടിയാലേ അവിടെ ഒന്ന് എനർജൈസ്ഡ് ആവുള്ളൂ എന്നുള്ള മട്ടിൽ ചില സമയത്തെങ്കിലും നമ്മുടെ മൈൻഡ് ഒന്ന് സൈഡിലേക്ക് ചെരിഞ്ഞു പോകും അല്ലേ? അപ്പോഴേക്കും എന്തായി? ദിവസം കഴിഞ്ഞു, എനർജി ലെഫ്റ്റായി. നമ്മൾ 100% ചാർജിലായിരിക്കും മോർണിംഗിൽ എണീക്കുക.
വൈകിട്ടാവുമ്പോഴേക്കും 100 മാറി, 80 ആയി, 70 ആയി, 60 ആയി, 40 ആയി. അതാ എനർജി കഴിഞ്ഞു, ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇനി എന്താ എനിക്ക് ചെയ്യാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ബിക്കോസ് മൈ ടൈമർ ഈസ് റണ്ണിങ് അപ്പ് അപ്പ് അപ്പ്. സോ വാട്ട് വി ഹാവ് ടു ഡു, മോർണിംഗ് തന്നെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക, ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കുക. എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. ചില ഹൗസ് വൈഫ്സ് ഞാൻ കണ്ടിട്ടുണ്ട് ടൈമർ സെറ്റ് ചെയ്ത് വെക്കുന്നത്, അലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്, 10 മണിയാകുമ്പോഴേക്കും എനിക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്നുള്ളത്. ചിലർ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ തന്നെ താഴെ ജസ്റ്റ് നെക്സ്റ്റ് ഡേയുടെ ഷെഡ്യൂൾ എഴുതി വയ്ക്കും. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുമല്ലോ നമ്മൾ വൈകിട്ട് രാത്രി കിടക്കുന്നതിന് മുൻപ്. അപ്പം തന്നെ അവർ ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കും, നെക്സ്റ്റ് ഡേ വാട്ട് ഐ ഹാവ് ടു ഡു ബിഫോർ ദ 10 o'clock or 11 o'clock or whatever his or her a favorable time. ആ ടൈം പീരീഡിനുള്ളിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് തീർക്കാൻ പറ്റുക എന്നുള്ളത് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കും. പ്ലാനിങ് ഇസ് മസ്റ്റ് ഓൾവേസ്. നീ പ്ലാനിങ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട, പ്ലാനിങ് ചെയ്തിട്ട് എനിക്കൊന്നും നടക്കണില്ല വിഷമിക്കേണ്ട. വി ക്യാൻ ഡു. പ്ലാനിങ് ഇല്ല, നീ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതൊക്കെ എഴുതി കൂട്ടണം, എന്തിനെങ്ങനെ എഴുതി സമയം കളയണമെന്ന് വെച്ചാൽ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുക വെച്ചാൽ ബെസ്റ്റ് ആൻഡ് ബെറ്റർ. സോ ദർ ഇസ് എ ബെറ്റർ വേ കാൽക്കുലേറ്റിംഗ് ഇൻ യുവർ മൈൻഡ്. ഇനി കുറച്ച് പ്രായമായിട്ട് കുറച്ച് കാര്യങ്ങളൊന്നും മെമ്മറൈസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ഗ്രാൻഡ് പാരൻറ് ട്രിക്കാണ് കേട്ടോ. ഐ യൂസ് ടു സീ മൈ ഗ്രാൻഡ് പാരൻസ് റൈറ്റിംഗ് എബൌട്ട് ദ കലണ്ടർ ഓർ സ്റ്റിക്കിംഗ് സം സ്റ്റിക്കി നോട്ട്സ് നിയർ ടു ദ pages of calendar. Each and every month they used to stick. ടുഡേ ഐ ഹാവ് ഡൺ ദിസ് ഓർ നെക്സ്റ്റ് ഡേ. അങ്ങനെ അവർക്ക് എന്താ ചെയ്യാനുള്ളത്, നെക്സ്റ്റ് ഡേ എന്താ ചെയ്യാനുള്ളത് എല്ലാം ഒരു സ്റ്റിക്കി നോട്ടായിട്ട് അവർ ആ കലണ്ടർ നിറച്ച് പിൻ ചെയ്തിരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവ്രി ഡേ ചെയ്ത കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്തിട്ടും കണ്ടിട്ടുണ്ട്. ഇതൊരു ട്രിക്കായിട്ട് ഉപയോഗിക്കട്ടെ കുറച്ച് മറവിയുള്ള എൽഡർലി ആൾക്കാരാണെങ്കിൽ. ഇനി നമ്മൾ നമ്മളെ തന്നെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുക എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഷുവർലി യു വാണ്ട് ടു ബിക്കം എ ബെസ്റ്റ് ഓർ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ബെറ്റർ ആവുക തന്നെ ചെയ്യും. ഒരു ബഡ് ബ്ലൂം ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു പൂ വിരിയണത് എത്ര രസമാണല്ലേ. അത്രയും ഭംഗിയുള്ള പ്രോസസ്സാണ് നമ്മൾ ഇന്നത്തെ നമ്മളിലേക്കാളും ബെറ്റർ ആവുക എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ചിന്ത തന്നെയാണ് നമ്മളെ മാറ്റാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഇപ്പോഴും നിങ്ങളെക്കാൾ ബെസ്റ്റ് വേർഷനാവും. നിങ്ങൾ പൈസയാണ് കൂടുതൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു നെഗറ്റീവായിട്ടുള്ളൊരു തോട്ടായിട്ട് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ, വി നീഡ് മണി ടു ലീവ് അല്ലേ? സോ വി നീഡ് ടു മേക്ക് മണി. നമ്മൾ പൈസ ഉണ്ടാക്കുക തന്നെ ചെയ്യണം. ഒരു 8 hours ജോബ് മാത്രമല്ല കേട്ടോ നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഏക മാർഗം. ഇപ്പം ഇഷ്ടം പോലെ ജോലികൾ അവൈലബിൾ ആണ്. നമുക്ക് ഡിജിറ്റലായിട്ടുള്ള കുറേ ജോലികൾ അവൈലബിൾ ആണ്. നമ്മൾ നല്ല ഡിസൈനർ ആണെങ്കിൽ നമുക്ക് ഡിസൈനിങ് ജോലികൾ, അങ്ങനെ ഇഷ്ടം പോലെ. ആ 8 hours ജോബ്, 9 to 5 ജോബ്, ആ ഒരു മേഖല തന്നെ മാറിയിരിക്കുന്നു. 8 hours ഹാർഡ് വർക്ക് ചെയ്ത് വീട്ടിൽ ഫുള്ളായിട്ട് ബാറ്ററി ഡൗൺ ആയി കിടക്കുക എന്നുള്ളതൊക്കെ മാറിയിരിക്കുന്നു. ആ തോട്ട് പ്രോസസ്സേ മാറി. സോ വാട്ട് ഈസ് സ്യൂട്ടബിൾ ഫോർ യു, ഫൈൻഡ് ഔട്ട്. 8 hours ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ ഫുൾ ഡ്രെയിൻ ഔട്ട് എനർജി ആയിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് കൂടുതൽ ആക്റ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് കുറച്ച് റെസ്റ്റ് എടുത്താലും ഡു ഇറ്റ് അഗെയിൻ. യു ക്യാൻ ബി ബെറ്റർ ദാൻ ബിഫോർ. ഇന്നലത്തെ എന്നേക്കാളും മികച്ച ഒരു എന്നെ വീണ്ടും നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. സോ റെഡിയല്ലേ എല്ലാവരും? ഇപ്പം തന്നെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള എന്തൊക്കെ ടിപ്സ് ആണെങ്കിൽ എഴുതി വെച്ചു. ഇനി ബാറ്ററി നമുക്ക് ഡ്രെയിനായി പോകുന്നുണ്ട്, സ്റ്റോറേജ് ഫുള്ളാണെങ്കിൽ ക്ലിയർ ഔട്ട് ദ ഓൾഡ് ആൻഡ് അൺവാണ്ടഡ് തിങ്സ്. എന്നിട്ട് ഒരു ബെറ്റർ വേർഷൻ ആവും. ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു നിങ്ങളായിരിക്കട്ടെ ഇന്നത്തെ സ്വപ്നം. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ.